ഹലോ ഹായ്, ഇന്നൊരു വൈറൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ബൗൾ വെച്ചെടുക്കാം. അതിലേക്ക് ഒരു 3 വലിയ സ്കൂപ്പ് തൈരാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ തൈര് ഒന്ന് കടഞ്ഞെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില കൊത്തിയരിഞ്ഞത് അതോട് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. നെയ്യ് ചൂടാക്കി കഴിയുമ്പോഴേതാ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു 4-5 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലിതാ ഇതുപോലെ 2 വശം മുക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ പാൻ ഇവിടെ ചൂടായി കിടപ്പുണ്ട്. അതിലേക്ക് ഒരു അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചെടുത്തിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ ബ്രെഡ് ഇതിലിട്ട് കൊടുക്കാം. 2 വശം ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഒരു വശം മൊരിഞ്ഞതിന് ശേഷം വേണം കേട്ടോ തിരിക്കാനായിട്ട്. ഇത് നല്ലപോലെ കുതിർന്നൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ സൂക്ഷിച്ച് വേണം കേട്ടോ നമുക്കിത് എടുക്കാനായിട്ട്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈ ബ്രെഡ് കഴിക്കാൻ തന്നെ. അപ്പോൾ എരിവും പുളിയും എല്ലാം കൂടി ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഒനിയനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ്ങിന് സ്നാക്കായിട്ടൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും